everyone, welcome back to YouTube channel. പിന്നെന്താ നെയ്യുണ്ട്, നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. അത്ര ഉണ്ട് ബിരിയാണി വെക്കുവോ? എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കെട്ടിയോൻ, അരിയൊക്കെ തരാം, അരി ഇങ്ങനത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കെട്ടിയോൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടി ബിരിയാണി ആദ്യമായിട്ടാട്ടോ, ആദ്യമായിട്ടല്ലേ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരണേ? ഇല്ല, ഒരു വട്ടം എനിക്ക് നൂൽപുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ വട്ടം എൻ്റെ ഭർത്താവ് എനിക്ക് അതല്ല എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരിക. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന്. വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല? ആ പാത്രം എടുത്തു. അപ്പം ഇതടക്കി, ഇത് എന്താണ് കബോർഡ് അടക്ക്. ഗ്ലാസ്സോ? ഗ്ലാസ് ആട്ടണ്ട മതിയോ? ചിക്കൻ ഫ്രീസറിൽ കുറച്ചുള്ളൂ, എനിക്ക് മാത്രം മതി. വെള്ളം എടുക്കണ അളവ് വേണേ. സവാള തക്കാളി നിർബന്ധമുണ്ടോ? പകുതി മതിയോ? മതിയോ? വേറെന്താ ഉണ്ട്? തക്കാളി സവാള മാത്രം മതി. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില കറിവേപ്പില ഒന്നും വേണ്ട? എന്ത് മൂന്നോ? ഒരെണ്ണം മതി. കുറച്ച് ക്വാണ്ടിറ്റിയില് വെക്കണുള്ളൂ. 2 പച്ചമുളക്, 2 പച്ചമുളക്, കട്ടിംഗ് ബോർഡ്. ആ അത് മൂർച്ചയുണ്ട്. എന്റെ റബ്ബേ, അത്തപ്പൂക്കൾ ഇട എവിടെ നിന്നിട്ട്? വെളുത്തുള്ളി തക്കാളി അരിഞ്ഞു വെച്ചു. പിന്നെന്താ, ഇഞ്ചി ഇതാക്കി വെച്ച്, സ്പൈസസ് എടുത്ത് വെച്ച്, പിന്നെന്തൊക്കെ ഇത്ര ചെയ്തുള്ളൂ. സവാള ഒന്നും അരിഞ്ഞിട്ടില്ലേ? ആ സവാള തൊല്ലുണ്ടല്ലോ ഇവിടെ. ആ സവാളയും തക്കാളി അല്ല സോറി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ച്. എനിക്ക് തന്നിട്ടില്ല. ഇത് കണ്ണൂരുള്ള ഫ്ലേവർ ഹോം പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇതൊരു ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ. അവരുടെ അടുത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, തേന്, നെയ്യ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ഫ്ലേവർ ഹോം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അടിപൊളിയാണ് കേട്ടോ. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പം ഞങ്ങൾ ഒരുപാട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും നമുക്ക് ഓരോന്നിൻ്റെയും ഇത് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ട്, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വായി വെച്ചാൽ തന്നെ ഇതിൻ്റെ എത്രത്തോളം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നു ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊരു ഹോം മെയ്ഡ് നെയ്യാണ്. ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് സൈഡിൽ കൊടുക്കാം. അവരുടെ കോൺടാക്ട് നമ്പർ വന്നിട്ട് ഇതാണ് കേട്ടോ. ആ ഇവിടെ ഉണ്ടല്ലോ എല്ലാം സെറ്റ് ചെയ്ത് കുക്കറൊക്കെ അടച്ച് വെച്ച് പോയിട്ടുണ്ട്. പക്ഷെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ ഇനി എൻ്റെ പണിയാവും. വിസിലടിച്ചു ഗൈസ്. ഞാൻ ചുമ്മാ അറിയില്ല, അടിപൊളി മണമുണ്ട് കേട്ടാ. ഞാൻ വെക്കുമ്പോൾ വരുന്നേക്കാളും മണമുണ്ട് ഇപ്പം ഇത്. ഓക്കെ, തുറന്നു. സോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. ഇങ്ങനത്തുണ്ട്, സ്പൂൺ എടുക്ക്. സൂപ്പറാ. ഞാൻ ചുമ്മാതെ പറയല്ലോ കേട്ടോ, നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു.
സൂപ്പറായിരുന്നു. എൻ്റെ വീട്ടിൽ കോമൺ ആയിട്ട് പൊതുവേ ഞാനാണ് കൂടുതൽ കുക്കർ ബിരിയാണി, കുക്കർ മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടവുമാണ്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ വെക്കുന്നേക്കാളും അടിപൊളി എന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിരുന്നു ഈ ഒരു ബിരിയാണി. ഒരിക്കലും ഇക്കാടെ ഫസ്റ്റ് ടൈമാണ് ഇക്ക ഇങ്ങനെ ഒരു കുക്കർ ബിരിയാണി വെക്കണത്. ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്രയും ടേസ്റ്റ് കിട്ടുന്നത്. സോ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും ബൈ ബൈ.